CPM-നെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയേക്കാൾ വലിയ പദവിയാണ് പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത്. BJP സംബന്ധിച്ചിടത്തോളം സംസ്ഥാന അധ്യക്ഷൻ അല്ലെ ദേശീയ അധ്യക്ഷൻ എന്നൊക്കെ പറയുന്നത് ഒരു സുപ്രധാന പദവി തന്നെയാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ കാര്യം വരുമ്പോൾ KPCC പ്രസിഡന്റ് അങ്ങനെ ഒരു സുപ്രധാന പദവി ലഭിക്കാറുണ്ടോ? പക്ഷേ നമുക്കറിയാം ചില KPCC പ്രസിഡന്റുമാരൊക്കെ വലിയ പവർഫുൾ ആയിരുന്നു. മുരളീധരൻ എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരു KPCC പ്രസിഡന്റായിരുന്നു. സുധാകരൻ വലിയ ആർജവമൊക്കെ കാണിച്ച KPCC പ്രസിഡന്റാണ്. അതിനു മുമ്പ് രമേശ് ചെന്നിത്തലയൊക്കെ കസേരയിൽ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് പറയാൻ കാരണം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ വലിയ അടി നടക്കാൻ തുടങ്ങിയിട്ട് 9ാമത്തെ ദിവസമാകുന്നു. ഇനി ഇതങ്ങോട്ട് നിശ്ചയിച്ചു എന്ന് വെച്ചു അപ്പം വിചാരിക്കും കോൺഗ്രസിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. ഇല്ല, അടുത്ത അടി തുടങ്ങും. KPCC പ്രസിഡന്റ് ആരാകണം? കാരണം നിലവിലെ പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫ് മന്ത്രിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും നിർബന്ധിച്ചാൽ ഞാൻ വേണമെങ്കിൽ KPCC പ്രസിഡന്റ് ആയിക്കോളാം എന്നൊക്കെ പറയുന്ന ഒരു MP ഉണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് എന്നാണ് പേര്. അദ്ദേഹം പലതവണയായിട്ട് ഈ പദവിയിലേക്ക് എത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. തനി പിന്നോക്കക്കാരനാണെന്നൊക്കെയുള്ള അവകാശവാദം പറഞ്ഞ്. മുമ്പ് ഒരാളുണ്ടായിരുന്നു, MM ഹസൻ എന്നാണ് പേര്. ഒരുപാട് തവണ ശ്രമിച്ചു, പക്ഷെ ഒന്നും കുറച്ച് ദിവസമായിരുന്നു താൽക്കാലിക പദവി. അതിനപ്പുറത്തേക്കില്ല. ഇനി നമ്മൾ വിചാരിക്കും യുവാക്കളെ പിടിച്ചാക്കാന്ന്. VT ബൽറാമുണ്ട്, PC വിഷ്ണുനാഥ് ഉണ്ട്, മാത്യു കുഴൽനാടനുണ്ട്. പക്ഷെ അവരൊന്നും തൽക്കാലം വരില്ല. കാരണം എന്താ പറയുക, പുതിയ മന്ത്രിക്കുപ്പായൊക്കെ തയ്പ്പിച്ചുകൊണ്ടിരിക്കുക, എപ്പോൾ വേണമെങ്കിലും മന്ത്രിയാകാം. അപ്പോൾ KPCC പ്രസിഡൻ്റായിട്ട് ആര് വരണം? മാത്രമല്ല KPCC പ്രസിഡൻ്റായിട്ട് നിലവിലെ ഒരു MLA വരും എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന KC വേണുഗോപാലാണെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് 6 മാസത്തിനുള്ളിൽ അദ്ദേഹം മത്സരിച്ച് ജയിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു MLA ആ സ്ഥാനം വിട്ടുകൊടുക്കണമല്ലോ. അപ്പോൾ ആ MLAക്ക് ഒരു പദവി കൊടുത്തല്ലേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ KPCC പ്രസിഡന്റിനെ സംബന്ധിച്ചുള്ള അടുത്ത ഇടി ഉടൻ തുടങ്ങും. അങ്ങനെ കരുതാവും. തീർച്ചയായിട്ടും. ഇപ്പം ഇതിനകത്ത് കൊടിക്കുന്നിൽ സുരേഷൊക്കെ വന്നാൽ ഇപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ KPCC പ്രസിഡന്റ് ആകുമ്പോൾ പുള്ളിക്ക് ഗുണമുണ്ടാവും, പാർട്ടിക്ക് ഗുണമുണ്ടാവും എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായം. പക്ഷെ പുള്ളി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ട്രെയിൻ നിർത്തും. ട്രെയിൻ നിർത്തുന്നുള്ളതല്ല, ഇത് വല്ലാത്ത 5 കൊല്ലത്തേക്ക് പുള്ളിക്ക് വല്ലാത്തൊരു ഗുണം കിട്ടും. മനസ്സിലാവുന്നു, പറഞ്ഞാൽ മനസ്സിലായിരുന്നു. അല്ലാതെ പാർട്ടിക്ക് ഗുണമൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ ഇതിനകത്ത് ഏറ്റവും അവസാനം സുധാകരൻ വരെയുള്ള ആൾക്കാർ, KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സുധാകരൻ ഇരുന്നപ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിലും പുള്ളിക്ക് പല വൈബ്രേഷൻ ഇല്ലായിരുന്നെങ്കിലും സുധാകരൻ KPCC പ്രസിഡന്റാണ്, അദ്ദേഹം എവിടെയെങ്കിലും വന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രസംഗം അതൊക്കെ ഒരു ആവേശമായിരുന്നു. കാരണം പിള്ളേരെ എടുത്ത് പറയും ഞാനുണ്ടാ നീ ഇറങ്ങിക്കോടാന്ന് പറഞ്ഞ് പിള്ളേർ ഇറങ്ങി റോഡിൽ കിടന്ന് തല്ല് വൃത്തിയായിട്ട് മേടിച്ച സുധാകരൻ വന്നതിന് ശേഷം. കാരണം പിള്ളേരുടെ അടുത്ത് പറയും ഞാൻ കൂടെ ഉണ്ടെന്ന് പറയും, പിള്ളേർ ആവേശത്തിൽ പോകും തല്ല് മേടിക്കും. പിന്നെ കൂടെ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം അടി മേടിച്ച് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. അതെ, പവർഫുൾ നേതാവ്. കാരണം ഒരു ഉത്തേജനം നൽകുന്നതിന് പ്രാപ്തമായിട്ടുള്ള ഒരു ക്രൗഡ് പുള്ളറായിരുന്നു. അത് ഒരുപക്ഷെ മുരളിക്ക് ശേഷം നമ്മൾ പലരെ പരിശോധിക്കുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്നു, അല്ലെങ്കിൽ സുധീരൻ വന്നു. സുധീരൻ അതങ്ങ് നശിപ്പിച്ചു. മനസ്സിലായില്ല? ഈ പറഞ്ഞതുപോലെ സുധീരന്റെ പിറകിൽ സുധീരന് മാത്രമായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടി സുധീരൻ ശ്രമിക്കുകയും സുധീരന്റെ പിറകിൽ കോൺഗ്രസ് ഇല്ലാതാവുക. കാരണം ഈ കോൺഗ്രസിനെക്കാട്ടി വലുതാവാൻ ശ്രമിച്ചു. അപ്പം ആൾക്കാരുടെ വെറുപ്പ് സംഭവിച്ച ഒരാളായി സുധീരൻ. പക്ഷെ ഇപ്പം വരാൻ പറ്റിയ നമ്മൾ എത്ര പറയുമ്പോഴും ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു നേതാവാണ് വരാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ യുവജന നേതാവാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഷാഫി പറമ്പിൽ തന്നെ നല്ലത്. നമ്മൾ വേറൊന്നും കൊണ്ട് പറയല്ല. അവൻ നമ്മുടെ ഈ നേരത്തെ ഈ സ്ത്രീ വിഷയത്തിൽ വെളിയിൽ പോയ യൂത്ത് കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത്തരത്തിൽ കരിഷ്മയുള്ള ഒരു നേതാവ്, അല്ലെങ്കിൽ ക്രൗഡ് പുള്ളർ. നമ്മളെപ്പോഴും ഈ ശോഭാ സുരേന്ദ്രന്റെ കാര്യം പറയുന്ന പോലെ. അപ്പൊ അത് ആ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നതിനും പ്രസംഗിക്കാനും, അല്ലെങ്കിൽ വന്നു നിന്ന് സംസാരിച്ചാലും, അല്ലെങ്കിൽ അതിന് കേൾക്കാനും, ആ കേൾക്കുന്നതിനകത്ത് ന്യായമുണ്ടോ അന്യായമുണ്ടോ എന്ന് ചിന്തിക്കാനും നിൽക്കുന്ന അവസ്ഥ പാർട്ടിക്കപ്പുറം ഉള്ള ഒരാളെ വേണം. ഏത് പാർട്ടിയുടെ ആയാലും ഈ പറയുന്ന സംസ്ഥാന സെക്രട്ടറി ആക്കുന്നതിനും KPCC പ്രസിഡന്റ് ആക്കുന്നതിനും ഒക്കെ തീരുമാനിക്കേണ്ടത്. ഇപ്പം നമ്മൾ എത്ര പറയുമ്പോഴും ഗോവിന്ദൻ മാഷ് CPM-ന്റെ സെക്രട്ടറി ആയിട്ട് വന്നിട്ട് നിങ്ങളും ഗോവിന്ദൻ മാഷിന്റെ കാര്യം പറയുമ്പോൾ ചിരിക്കുകയായിരുന്നു. അതിനുശേഷം അതിനു മുമ്പ് ഇപ്പം എല്ലാവരും പറയുന്നു അയാൾ പിണറായി വിജയന്റെ കുഴപ്പം കൊണ്ടാണ് പുറത്തു പോയത്, അല്ലെ പിണറായി വിജയമാണ് പ്രശ്നം. 10-17 കൊല്ലം ഈ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടിരുന്നു. പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ എന്ന് പറഞ്ഞ് വന്നിടത്ത് നിന്നാലേ, അല്ലെങ്കിൽ പിണറായി വിജയൻ വരുന്നു, അല്ലെങ്കിൽ പിണറായി വിജയൻ ഒരു ജാഥ ഉദ്ഘാടനം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞല്ല, അവിടെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉൾപ്പെടെ ഭയമാണ്. അല്ലെങ്കിൽ അയാൾ അങ്ങനത്തെ ഒരു കമാൻഡിങ് പവർ ഉള്ള, അല്ലെങ്കിൽ പാർട്ടിക്കപ്പുറം മറ്റ് പാർട്ടികളും കൂടി അംഗീകരിക്കുന്ന ഒരാൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടോ അതിൻ്റെ നേതൃത്വത്തിലൊക്കെ വന്നിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളിനെ തീരുമാനിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ പറയും മാത്യു കുഴൽനാടൻ വരുന്നു. മാത്യു കുഴൽനാടിൻ്റെ ഒരു പരിധി വരെ
അത്ര കുഴപ്പമുള്ള ആളല്ല. ബെന്നി ബെഹനാൻ ഈ പറയുന്ന ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ മൂലം കേൾക്കുന്ന ഒരു പേരാണ് ബെന്നി ബെന്നി. അപ്പൊ ഇപ്പൊ ഇതിനകത്ത് മന്ത്രിസഭ, കോൺഗ്രസിനകത്ത് സാമുദായിക താല്പര്യങ്ങളുടെ സംരക്ഷണം ഉണ്ടല്ലോ. ഇപ്പൊ ഒരാൾ ഈഴവനാണ് UDF കൺവീനർ, മുഖ്യമന്ത്രി ഇപ്പൊ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ 3 ആര് വന്നാലും നായർ വരും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഈ ക്രിസ്ത്യൻ പ്രാതിനിധ്യം എത്ര വലിപ്പത്തിൽ ഉണ്ടാകുമെന്ന് മന്ത്രിസഭ വന്നു കഴിഞ്ഞാലേ പറയാനൊക്കത്തുള്ളൂ, എത്ര ക്രിസ്ത്യൻ മന്ത്രിമാർ കാണും. പിന്നെ ഇതിനകത്ത് ഞാൻ കാണുന്നത് മുസ്ലിം മന്ത്രിമാരെ പരിഗണിക്കുമ്പോൾ ഒരെണ്ണമൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ മുസ്ലിം പ്രാതിനിധ്യം ഒരുപക്ഷെ കൊടുക്കുന്നതിനും ഇപ്പം മുസ്ലിം പ്രാതിനിധ്യത്തിൻ്റെ വക്താക്കൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന മുസ്ലിം ലീഗിലിട്ട് ഒരു തട്ടും കൂടെ കൊടുക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയെ KPCC പ്രസിഡന്റ് ആക്കിയാൽ. അപ്പം അതിനകത്ത് ഇപ്പം കുറച്ച് പേരിനകത്ത് ഡിമ്മ് വന്നിട്ടുണ്ടെങ്കിലും നേരത്തെ മതേതരത്വ സ്വഭാവമുള്ള ഒരാൾ, അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാവരും അംഗീകരിച്ചിരുന്ന ഒരാൾ, നല്ലൊരു ജനപ്രതിനിധി, അല്ലെങ്കിൽ നല്ലൊരു MP, നല്ലൊരു MLA എന്നൊക്കെയുള്ള രീതിയിൽ ഷാഫി പറമ്പിലിൻ്റെ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഷാഫി ശകലം ഡാമേജ് ആയിട്ടുണ്ട്. ഈ പറയുന്ന നമ്മുടെ ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അയാളുടെ പേര് പെൺവിഷയത്തിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമൊക്കെ കഴിഞ്ഞ ശേഷം ശകലം ഡാമേജ് വന്നിട്ടുണ്ട്. അയാൾ ചില താല്പര്യക്കാരനാണെന്നും അല്ലെങ്കിൽ ചില ജാതിയും മതവും ഒക്കെ ഉണ്ടെന്നും അത്രത്തോളം തരത്തിൽ. ഏതായാലും അയാൾ നല്ല ക്രൗഡ് പുള്ളറാണ്. ഇപ്പം ഒരുപക്ഷെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. KC വേണുഗോപാൽ അത്തരത്തിലൊരു ശുപാർശ അയാൾക്ക് വേണ്ടി പറയും എന്നൊക്കെ രീതിയിലേക്ക് വരുന്നത്. ഏതായാലും ഇപ്പോൾ ഇരിക്കുന്ന പ്രസിഡന്റിനെ മാറ്റിയാൽ കോൺഗ്രസിന് എത്രയും നന്നാവും. പക്ഷേ ഒരു KPCC പ്രസിഡന്റ് ശക്തനായിരിക്കണം. പണ്ട് ഈ ആളുകൾ പ്രസംഗമൊക്കെ കേട്ട് കോൺഗ്രസിനോട് അനുഭാവം പ്രകടിപ്പിക്കണമെങ്കിൽ, അല്ലെ ആവേശം കൊള്ളണമെങ്കിൽ നന്നായി പ്രസംഗിക്കാൻ അറിയുന്നത് K മുരളീധരനാണ്. അയാളെ സത്യത്തിൽ ആന്റണിയൊക്കെ ഉൾപ്പെടെയുള്ളവർ ട്രാപ്പിൽ വീഴ്ത്തി പോയി മന്ത്രിയാക്കി മത്സരിച്ച് പരാജയപ്പെടുത്തി അയാളെ കെട്ടടിച്ചു. പിന്നീട് അത്തരത്തിൽ പ്രസംഗിക്കുന്ന നല്ലൊരു നേതാവിനെ കോൺഗ്രസിലുണ്ടോ എന്ന് സംശയം. K സുധാകരൻ വന്നപ്പോൾ ഓക്കെ, നല്ല രീതിയിലൊക്കെ കൊണ്ടുപോയി. പക്ഷേ K സുധാകരനെ ആദ്യം തന്നെ VD സതീശൻ വെട്ടി. അപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി ആയാലും ഇല്ലെങ്കിലും KC വേണുഗോപാൽ ആയാലും രമേശ് ചെന്നിത്തല ആയാലും ഇവർക്കൊക്കെ താല്പര്യമുള്ള ഒരാളെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാവൂ, അല്ലെ അതിനെ അവർ ശ്രമിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് കഴിവുള്ള ആർജവമുള്ള ഒരു നേതാവ് വരണം. കാരണം CPM എന്ന് പറയുന്ന ഒരു പാർട്ടി അവരിനി പ്രതിപക്ഷത്തേക്ക് അവർ വലിയ ശക്തമായിട്ട് ആഞ്ഞടിക്കും. ഇപ്പം തന്നെ SFIക്കാരുടെ സമരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആഞ്ഞടിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട്. അതായത് സമരം ചെയ്യണമെങ്കിൽ CPM പ്രതിപക്ഷത്ത് വേണം. അങ്ങനെയുള്ള പ്രതിപക്ഷം ശക്തമായി ആഞ്ഞടിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയാണ്. ആ പാർട്ടിയുടെ തലപ്പത്തേക്ക്, അതാണ് ഈ KPCC അധ്യക്ഷൻ എന്ന് പറയുന്നത്. KPCC അധ്യക്ഷൻ അത്ര ശക്തനല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്ന എന്ത് പോഴത്തരവും മുഖ്യമന്ത്രി എടുക്കുന്ന എന്ത് നിലപാടിനെയും ന്യായീകരിക്കാനൊന്നും കഴിയാതെ വരും. അത് വലിയ അപകീർത്തി അല്ലെ അപമാനകരമാവും ജനങ്ങൾക്ക് മുമ്പിൽ. അപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ കോൺഗ്രസിനെ സംരക്ഷിച്ച് പിടിക്കേണ്ട വ്യക്തിയാകണം KPCCയുടെ തലപ്പത്തേക്ക് വരേണ്ടത്. മാത്രമല്ല ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാൾ വന്നാൽ അയാൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, പാർട്ടിക്ക് ഗുണമുണ്ട്. അത്തരം ഒരാൾ ഇപ്പോൾ കോൺഗ്രസ് ഉണ്ട് എന്ന് പറയാൻ ആരാളുള്ളത്? അതാ ഞാനീ പറഞ്ഞതാണുള്ളത്, വേറെ ആരുമില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കുക, നിങ്ങൾക്കറിയാവുന്ന കോൺഗ്രസ് അല്ലേ ഉള്ളൂ. ആ കോൺഗ്രസിനകത്ത് ഇപ്പം യുവജനങ്ങൾക്കിടയിൽ നിന്ന് വിഷ്ണുനാഥനെ അല്ലെങ്കിൽ മറ്റു പലരെയൊക്കെ പരിഗണിക്കുമ്പം ഞാൻ നോക്കുമ്പം ഏറ്റവും നല്ല ക്രൗഡ് പുള്ളറായിട്ട് വരുന്ന ആൾ MLA അല്ല, അല്ലെങ്കിൽ ഒരു പദവി ഇല്ലാത്ത ഒരാളെ നിയമിക്കണം. പദവി ഇല്ലാത്തെന്ന് പറയാം, MLA MP തീരുമാനിക്കുക. അതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഷാഫി പറമ്പിലിനെ തീരുമാനിക്കുന്ന ഒരവസ്ഥ വന്ന രീതിയിലുള്ള ഗുണം. അല്ലാതെ KPCC പ്രസിഡന്റായിട്ട് കൊടിക്കുന്നിൽ സുരേഷിനെയൊക്കെ തീരുമാനിച്ചാൽ സുരേഷിന്റെ ഖജനാവ് നിറയുമെന്നുള്ളതല്ലാതെ വേറെ ഗുണമൊന്നും. മോശക്കാരല്ല, ഹോർമൂസിൽ കപ്പലിലൊക്കെ സ്റ്റോപ്പ് വെച്ചിട്ടുള്ള ആളാ. അപ്പൊ അല്ല വേറെ ഗുണമൊന്നുമില്ല. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് കൊണ്ടിരിക്കും. നമ്മൾ പറയത്തില്ല എന്തോ ഇതാണ് KPCC പ്രസിഡന്റ്. പുള്ളി അത് ഇരുന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഏതായാലും നോക്കാം, KCയുടെ ഒരു തീരുമാനം അത്തരത്തിൽ വരുമെന്ന് കേൾക്കുന്നുണ്ട്.